ആലപ്പുഴ തുറവൂർ ആശുപത്രിയിൽ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ ഫയർഫോഴ്സിന് വഴി നൽകാതെ കാർ. ആലപ്പുഴയിൽ നിന്നും പോയ ഫയർഫോഴ്സ് വാഹനത്തിന് മുന്നിലാണ് കാർ വഴിമാറാതെ സഞ്ചരിച്ചത്. ഫയർഫോഴ്സ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എത്ര നേരമായെന്നറിയോ ഇവനൊന്ന് മാറി തരാൻ വേണ്ടി കിടന്ന് ഫോൺ അടിക്കുന്നു. ആരാണെന്നില്ല, എന്നാലും മാറി തരുന്നില്ല. വണ്ടി കണ്ണിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് തുറവൂരൊരു ആശുപത്രിക്ക് തീ പിടിച്ച അതിനുവേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവൻ ഒരു ശകലം പോലും മാറി തരുന്നില്ല. എത്ര നേരമായെന്നറിയോ. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇതെപ്പോഴാണ് ഈ സംഭവം? സ്വകാര്യ വാഹനം വഴി നൽകാതെ വഴിമുടക്കുന്ന രൂപത്തിൽ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തവണ ഹോൺ അടിച്ചിട്ടും മാറി തരുന്നില്ല എന്നും പറയുകയുണ്ടായി. ഇപ്പോൾ എന്താണ് അറിയാനാകുന്നത്? ഇയാൾക്കെതിരെ കേസെടുത്തോ? പ്രതി ഫയർഫോഴ്സിന്റെ വളരെ വിലപ്പെട്ട സമയം, ഏകദേശം 15 മിനിറ്റോളം സമയമാണ് ഇയാൾ ദേശീയപാതയിൽ പട്ടണക്കാട് മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്ത് ഈ കാർ ഫയർഫോഴ്സിന് വഴി നൽകാതെ ഇരുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. അതിന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അരൂരിൽ നിന്നും ചേർത്തലയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമായിരുന്നു ഫയർഫോഴ്സ് പോയത്. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് പോയ ഫയർഫോഴ്സ് ആണ് ചേർത്തല കഴിഞ്ഞ് പട്ടണക്കാട് നിന്നും തുറവൂരിലേക്കുള്ള പാത ഏകദേശം 10 കിലോമീറ്ററോളം ഭാഗത്ത് ഇയാൾ ഒരു 15 മിനിറ്റോളം താമസമുണ്ടാക്കി. പലതവണ ഫയർഫോഴ്സിന്റെ ഡ്രൈവർ ഹോൺ മുഴക്കിയിട്ടും ഇയാൾ വാഹനം എടുത്തുകൊണ്ട് മാറ്റി പോകാനോ സൈഡ് നൽകാനോ തയ്യാറായില്ല. അയാൾ ഈ വാഹനം പതിയെ സാവധാനം ഓടിച്ചുകൊണ്ട് വഴി മുടക്കുന്ന രീതിയിലാണ്. അതായത് നേരത്തെ ചേർത്തലയിൽ നിന്നും അരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി കൂടുതലായ ഒരു ഫയർഫോഴ്സ് എത്തേണ്ട ഒരാവശ്യം വരിക ആശുപത്രിയിൽ അത്രത്തോളം വലിയ തീപിടുത്തം ഉണ്ടായതുകൊണ്ടാണ്. രോഗികളടക്കമുള്ള ആളുകൾക്ക് വലിയ അപായം ഉണ്ടാകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്താണ് ഒരു ഫയർഫോഴ്സ് ദേശീയപാതയിലൂടെ ഈ രീതിയിൽ പാഞ്ഞു പോകുന്നത്. അങ്ങനെ ഹോൺ മുഴക്കി പോകുന്ന ഒരു വാഹനത്തിന്, ഒരു ഫയർഫോഴ്സിന് മുൻപിൽ ഈ വാഹനത്തിന്റെ നമ്പർ ഇതാണ്: KL 32V 7934. മാരുതി സുസുക്കി ഫ്രോൺസ് എന്ന വാഹനമാണ് ദേശീയപാതയിൽ ഇങ്ങനെ പോയത്. ഈ വാഹനം ഓടിച്ചത് ഒരു യുവാവാണ്. ഇപ്പോഴിതാ ഫയർഫോഴ്സ് ആലപ്പുഴ, പട്ടണക്കാട്, ചേർത്തല 3 പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും ഫയർഫോഴ്സ് പരാതി നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഉടമയെ നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വാഹനവും വാഹനത്തിന്റെ ഉടമയും കണ്ടെത്തുമെന്നാണ് നിലവിൽ ആലപ്പുഴ DYSP നമ്മെ അറിയിക്കുന്നത്. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്.